ഞാൻ അമീർ അലി ചാപ്പനങ്ങാടി. മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ബോട്ട് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. യൂട്രേഡ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ബോട്ടിനെ കുറിച്ചായിരുന്നു അതിൽ സംസാരിച്ചിരുന്നത്. ഇന്ന് ധാരാളം ട്രേഡിംഗ് ബോട്ടുകൾ നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ മുമ്പ് വന്ന പലതും ഇന്ന് പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് പലരും ഉപേക്ഷിച്ച് കഴിഞ്ഞു. എന്നിട്ടും പുതിയ പുതിയ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 വർഷത്തെ നല്ല റിസൾട്ടോടു കൂടിയുള്ള ഒരു സംവിധാനമായിരുന്നു യൂട്രേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പരാതി, അതായത് യൂട്രേഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബോട്ടിന് ഒരു $100 അതുപോലെ ക്യാപിറ്റലായിട്ട് ഒരു $500 വേണം. അഥവാ ഇന്ത്യൻ മണി പ്രകാരം 54,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്രേഡുമായി നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റു പലരും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അൺട്രേഡിനെ കുറിച്ചാണ്. അൺട്രേഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഫ്യൂച്ചർ ട്രേഡ് മാത്രമാണ് ചെയ്യുന്നത്. BTC മാത്രമാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിൽ 1, 2 അല്ലെങ്കിൽ 3 തവണ മാത്രമാണ് അതിൽ ട്രേഡ് ഉണ്ടാകുന്നത്. 5, 10, 20 ഒക്കെ ശതമാനം ഓരോ ട്രേഡിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. $150 അതിന് വർഷത്തെ ഫീ കൊടുക്കുകയും അതോടൊപ്പം ഗ്യാസ് ഫീ ആയിട്ട് ഒരു $30 കുറയാത്ത സംഖ്യ നിക്ഷേപിക്കുകയും ചെയ്താൽ മാത്രമാണ് അൺട്രേഡ് ചെയ്യാൻ കഴിയുന്നത്. ഇതൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 30-35,000 രൂപയുണ്ടെങ്കിൽ മാത്രമേ അൺട്രേഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ 54,000 രൂപയുണ്ടെങ്കിൽ മാത്രമേ യൂട്രേഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ ട്രേഡിംഗ് മെത്തേഡ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം നഷ്ടപ്പെട്ട ആളുകൾ ഇനി ഇത്തരത്തിലുള്ള ഒരു കമ്പനികളിലും പണം ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ആളുകൾ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തിരയുന്നതിനിടയിലാണ് എൻ്റെ വീഡിയോ അവർ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് മിനിമം എത്ര വേണം എന്ന ചോദ്യമാണ്. അപ്പോൾ 30, 40, 50 ഒക്കെ വേണമെന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറി അവർ നിരാശപ്പെടുകയാണ്. അത്തരം സാഹചര്യത്തിൽ അത്തരക്കാർക്ക് കൂടെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് ഞാൻ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ബിനാൻസുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ബോട്ട് ട്രേഡിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടെ വർഷത്തിൽ കൊടുക്കേണ്ട ഫീ, സബ്സ്ക്രിപ്ഷൻ ചാർജ് ഈ കമ്പനി വാങ്ങുന്നില്ല. യൂട്രേഡ് പോലെ തന്നെ പ്ലേ സ്റ്റോറിലുണ്ട്, നല്ല റിവ്യൂ ആണ്, ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ട ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ 2-3 ദിവസമായി അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ചു. എനിക്ക് അത്യാവശ്യം തിരക്കേടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു $25 ഗ്യാസ് ഫീ മാത്രം കൊടുത്ത് അത് ആക്ടിവേഷൻ ചെയ്യുകയും അത് എൻ്റെ ബിനാൻസുമായി കണക്റ്റ് ചെയ്യുകയും അതിൽ 2 ദിവസം ട്രേഡ് നടന്ന് അതിൻ്റെ പ്രോഫിറ്റ് കാണുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബോട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബിനാൻസിൻ്റെ API ഇതിലേക്ക് കണക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് $25 നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഫീ ആയിട്ട് ഇതിലേക്ക് നിക്ഷേപിക്കാം. അങ്ങനെ ഗ്യാസ് ഫീ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ശേഷം ബിനാൻസിൽ ഫ്യൂച്ചറിലും അതുപോലെ സ്പോട്ടിലും നമുക്ക് ട്രേഡ് ചെയ്യാം. ഇത് രണ്ടിൽ ട്രേഡ് ചെയ്യണമെങ്കിലും ഒരു $100 ക്യാപിറ്റലുള്ള ആളുകൾക്ക് പോലും ഇത് ചെയ്യാൻ കഴിയും. അഥവാ $125 എന്ന് പറഞ്ഞാൽ ഒരു 10-12,000 രൂപയുള്ള ആളുകൾക്ക് പോലും ഈ ബോട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും എന്നതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ട്രേഡിംഗ് ബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ബോട്ട് ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. ആദ്യമായി ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ട്രേഡിംഗ് ബോട്ടുകളെക്കുറിച്ചോ ബിനാൻസിനെ കുറിച്ചോ ട്രേഡിങ്ങിനെ കുറിച്ചോ ഒന്നും ധാരണയില്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായി ബിനാൻസിൽ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതിന് പകരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ട്രേഡ് എടുത്താൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ടാൽ ആ കേട്ടതനുസരിച്ചുള്ള ട്രേഡ് സംഭവിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും. എന്നാൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ അത് അത്തരം സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തു തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്
റോബോട്ട് സോഫ്റ്റ്വെയർ. അതിനെ ചുരുക്കി ആളുകൾ ബോട്ട് എന്ന് പറയുന്നു എന്ന് മാത്രം. അല്ലാതെ കടലിലും അതുപോലെ പുഴയിലൊക്കെ സഞ്ചരിക്കുന്ന ബോട്ടല്ല. അങ്ങനെ വിചാരിച്ച ആളുകളൊന്നുമില്ല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകളുടെ വാക്കുകളിൽ അങ്ങനെ മനസ്സിലായിട്ടുമുണ്ട്. ഏതായിരുന്നാലും അതാണ് ബോട്ട് ട്രേഡിംഗ്. ഇവിടെ മറ്റു കമ്പനികളിൽ നമ്മൾ പണം നിക്ഷേപിച്ച് ഇന്ന് വഞ്ചിക്കപ്പെട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ബോട്ട് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാ സംഗതികളും അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വരുന്നതെല്ലാം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്ന ചില ബുദ്ധിശൂന്യരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഇത്തരം വീഡിയോകളുടെ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തരുടെ വിവരങ്ങളെ നമുക്കതിൽ നിന്ന് അളക്കാൻ കഴിയും. ഇത് ബിനാൻസ് പോലെയുള്ള ലോകത്തെ അറിയപ്പെട്ട 10-15 എക്സ്ചേഞ്ചുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് ആരും അടിച്ചു കൊണ്ടുപോവുകയോ കമ്പനി പൂട്ടിപ്പോയാലും നമ്മുടെ ഫണ്ട് എവിടെയും നഷ്ടപ്പെട്ടു പോവുകയോ ഒന്നുമില്ല. പക്ഷേ ട്രേഡിംഗ് ആയതുകൊണ്ട് ലാഭവും നഷ്ടവുമൊക്കെ ഉണ്ടാകാം. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ. അല്ലാതെ ലാഭം മാത്രം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച് കടം വാങ്ങിയും വായ്പ വാങ്ങിയും ലോണെടുത്തും അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച കാശൊന്നും ഇത്തരം മേഖലയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കരുതേ എന്ന് മാത്രമാണ് ഇതോടൊപ്പം ചേർത്തി വായിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കിതുകൊണ്ട് കാര്യമൊന്നുമില്ല, പകരം ഓൺലൈൻ മേഖലയിൽ ശ്രദ്ധിക്കുകയും ട്രേഡ് ചെയ്തോ മറ്റോ പ്രോഫിറ്റ് എടുക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ റോബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.